വളരെ എളുപ്പത്തിലും അതീവ രുചിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അമ്മക്കൂടി ഇപ്രാവശ്യം നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണണ്ടേ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? പോന്നോളും അമ്മക്കൂടിലേക്ക്. ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പീലർ കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ചു നോക്കുന്നു, വരുന്നില്ല. പക്ഷേ അത് ഞാൻ ആ പീലർ പിടിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് പിന്നീട് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി ഞാൻ മാങ്ങയുടെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് എടുക്കാം, പക്ഷേ ഞാനൊന്ന് നോക്കിയതാണ് പീലർ കൊണ്ട് എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന്. ഒരു മാങ്ങ അങ്ങനെ ഞാൻ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒട്ടും അവശേഷിപ്പിക്കാതെ നല്ലതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളത് 2 മാങ്ങയും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാങ്ങയെ നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒന്നുകൂടെ കേട്ടോ. ആദ്യമേ തന്നെ നമ്മൾ കഴുകിയെടുത്തതാണ്, എന്നാലും ഒന്നുകൂടെ നമുക്ക് ഈ മാങ്ങ കഴുകിയെടുക്കാം. മാങ്ങ കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു അല്പം മധുരമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ല പുളി ഉള്ള മാങ്ങ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഒരല്പം മധുരമൊക്കെ ആകാം. ഇതുപോലെ നമുക്ക് 2 മാങ്ങയും നൈസായിട്ട് അരിഞ്ഞ് എടുക്കണം. നമ്മുടെ അമ്മക്കൂടിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ അമ്മക്കൂട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഈ മാങ്ങയ്ക്ക് ഒരല്പം മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്, ഈ 2ാമത് ചെത്തിയെടുത്ത മാങ്ങ കേട്ടോ. ഈ മാങ്ങയൊക്കെ നമുക്ക്, അതായത് ഈ അരിഞ്ഞെടുത്ത മാങ്ങയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വേവട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കും, കാരണം മാങ്ങ വെന്ത് വരുമ്പോൾ നല്ലതുപോലെ കുറുകിപ്പോവും. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഈ 1/4 സ്പൂൺ നല്ല ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ ഉലുവ. ഇനി അതേ സ്പൂണിന് തന്നെ ഞാൻ ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ വെന്ത് അലിഞ്ഞ് വരണം കേട്ടോ. നമുക്കിനി ഓരോന്നായി ചൂടാക്കി എടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത് നല്ല ജീരകം ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് അലിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കടുകും ചൂടാക്കിയെടുക്കാം. പൊട്ടി തുടങ്ങുന്നുണ്ട് കടുക്. ഇതെല്ലാം നമുക്ക് ഒന്നിച്ചിട്ടതിന് ശേഷം മുളക് പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടി ഒരുപാട് ചൂടായി കറുത്ത് പോണ്ട കേട്ടോ. ശ്രദ്ധിച്ച് വേണം മുളക് പൊടി ചൂടാക്കിയെടുക്കാൻ. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം കൂടെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നോക്ക്, ചൂടായതിനെ എല്ലാം കൂടെ തണുത്ത് ആറിയതിന് ശേഷം കേട്ടോ ഞാൻ ഇതിനെ പൊടിച്ചെടുക്കുന്നത്. നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന ഉലുവയും നല്ല ജീരകവും കടുകും കൂടെ അതിൻ്റെ ഉപ്പിട്ട് നല്ലതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. തരിതരിപ്പൊന്നുമില്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് വെള്ളം വറ്റി പാകമായിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ പാത്രത്തിനൊരു 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി ഇളകി കുറുകി വരട്ടെ കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ഒരു കറിയാണ്. കറിയാക്കിയല്ല എടുക്കുന്നത്, നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡിൽ കൂട്ടി കുഴച്ച് കഴിക്കാൻ പറ്റുന്നൊരു കറി. നിങ്ങൾക്കിത് ഇത്തിരി കൂടെ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒരിത്തിരി ഒഴിച്ചു കൂട്ടുന്ന പരുവത്തിനും എടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, പിച്ചാത്തി കൊണ്ട് വെട്ടി, ഫ്രിഡ്ജിലിരുന്ന ശർക്കരയാണ്, അപ്പം പിച്ചാത്തി കൊണ്ട് വെട്ടിയെടുത്തപ്പോഴാണ് അതങ്ങനെ ആ കളറിൽ ഇരിക്കുന്നത്. ഞാൻ ശർക്കര ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം.
അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ ഏകദേശം ഓക്കെ. ഇനി വറുത്തിട്ടാൽ മാത്രം മതി. അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ അതെല്ലാം പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇനി 2 അല്ലി വെളുത്തുള്ളി ചതച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ 2 വറ്റൽമുളക്, ഒരു പിടുത്തം കറിവേപ്പില ഇല്ലാതെ നമുക്ക് എന്ത് കറിയല്ലേ. ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം ഇച്ചിരി കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, നല്ല രുചി കൊടുക്കും അതിന്. നോക്ക്, നമ്മുടെ അടിപൊളി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങക്കറി പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ മസാലപ്പൊടി ഉപയോഗിച്ച് മാങ്ങാക്കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.